ഹായ് ഗൈസ്, ഇറ്റ്സ് പൂജ. 2 വീക്സ് മുന്നേ നടന്ന കൃഷ്ണഗിരി, ബാംഗ്ലൂർ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഈ 2 വീക്സ് ആയിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു. ബിക്കോസ് ഞാനൊരു അമ്മയാണ്. ഒരമ്മയായിട്ട് ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് തിങ് ഐ കുഡ് എവർ ഇമാജിൻ. ഐ കാണ്ട് ഇമാജിൻ. എനിക്ക് ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കുള്ളൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഭാരതി, സുമിത്ര എന്ന് പറയുന്ന 25-22 വയസ്സിലുള്ള 2 പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ആ ഒരു ഇഷ്യൂ. ഈ ഭാരതിക്ക് 25 വയസ്സായി, 3 കുട്ടികളുണ്ട്. ലാസ്റ്റത്തെ കുട്ടിക്ക് 5th മന്ത് ആയിട്ടുള്ളൂ. അവൾ കല്യാണം കഴിച്ച ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഈ പറഞ്ഞ 22 വയസ്സുള്ള സുമിത്ര ഇവരുടെ നെയ്ബറാണ്. ഈ പറഞ്ഞ ഭാരതിയും സുമിത്രയും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. അതായത് ഇവർ ലെസ്ബിയൻസ് ആണ് ഗൈസ്. പക്ഷേ ഇവരാരോടും അത് എക്സ്പോസ് ചെയ്തിട്ടില്ല. പക്ഷെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ എന്തൊക്കെയോ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ വഴക്കുണ്ടാക്കി ഇവളുടെ വീട്ടിലേക്ക് പോകണം. അപ്പോഴും ഈ ഭാരതിൻ്റെ വീട്ടുകാർ പറയുകയാണ് that നിന്റെ ഹസ്ബൻഡ് കൂടെ വേണം നീ താമസിക്കാൻ. നീ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവളെ ഫോഴ്സ് ചെയ്ത അവള് എസ്കേപ്പ് ആയി വന്ന അതേ സിറ്റുവേഷനിലേക്ക് അവളെ പിടിച്ച് തള്ളുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ സുമിത്ര ഭാരതിയോട് പറയാണ് ദാറ്റ് നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല, നീ എനിക്ക് വേണ്ടി സമയം ചെലവാക്കുന്നില്ല. ഓഫ് കോഴ്സ് നിങ്ങൾ ഇമാജിൻ ചെയ്യാമല്ലോ, ഒരു 5th മന്തുള്ള കുഞ്ഞിന് അമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത് അത് വലുതാണ്. ആ കുഞ്ഞിന് കംപ്ലീറ്റ് 24/7 ആ അമ്മയുടെ പ്രസൻസ് ആ കുഞ്ഞിന് ആവശ്യമുണ്ട്. സോ ഇവളെ ശ്രദ്ധിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഈ സുമിത്ര പറയാണ് ദാറ്റ് ഭാരതിയോട് നീ നമുക്ക് ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഭാരതി ടെൻസ്ഡായി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളുടെ ലവ് അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, സോ കോൾഡ് ലവ് അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 5th മന്തുള്ള കുഞ്ഞിനെ അവൾ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ കൊല്ലുന്നതിന് ശേഷം ഈ ഫോട്ടോസ് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ സിനാരിയോ ഒന്നും അറിയാത്തതാണ് കുടുംബക്കാരും ഹസ്ബൻഡും എല്ലാം ഉള്ളത്. ഇവള് കരഞ്ഞും നിലവിളിച്ച് കരഞ്ഞു പൊളിക്കുകയാണ്. ദാറ്റ് എൻ്റെ കുഞ്ഞ് മരിച്ചു, എന്ത് പറ്റി, എനിക്ക് അനക്കൂല എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഓൾറെഡി മരിച്ചു, ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, ഇങ്ങനെയുള്ള കേസസ് നമ്മൾ ഡോക്ടേഴ്സൊക്കെ കാണുന്നതാണല്ലോ. ചെറിയ കുഞ്ഞുങ്ങളല്ലേ, എന്ത് ശ്വാസം മുട്ടൻ എന്ത് റീസൺ വേണമെങ്കിൽ ആവാം എന്ന് വിചാരിച്ച് അവർ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യുന്നില്ല. കുഞ്ഞിനെ അടക്കം ചെയ്യുന്നു. അതിനുശേഷം ഒരു കുഞ്ഞ് 5th മന്തുള്ള ഒരു കുഞ്ഞ് മരിച്ചു കഴിയാണ്. ഓൾറെഡി ഡെലിവറിക്ക് ശേഷം നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ട്രോമ ഉണ്ടാവും എല്ലാ അമ്മമാർക്കും. മോസ്റ്റ്ലി എല്ലാ അമ്മമാർക്കും ഉള്ളൊരു സംഭവമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ട്രോമ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വെറും 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി മരിച്ചു എന്നുള്ള സിറ്റുവേഷൻ, എനിക്കത് പറയുമ്പോൾ കൂടി മനസ്സിൽ ഭയങ്കര ഒരു പെയിനാണ്. ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്കങ്ങനെ വരുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവള് 2 ദിവസം പോലും ആയിട്ടില്ല, ഫുൾ ടൈം ഫോണിലാണ്, വീഡിയോ കോളാണ്, സംസാരമാണ്, ചിരിയാണ് ആരോടോ. അപ്പോൾ ഹസ്ബൻഡിന് ഡൗട്ട് തോന്നിയിട്ട് ഹസ്ബൻഡ് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി കൊന്നു, എൻ്റെ ലവ് നീ കാണുമെന്ന് പറഞ്ഞ് ഇവൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഭാരതി സുമിത്രയ്ക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ഹസ്ബൻഡ് കാണുന്നു. അവസാനം ഹസ്ബൻഡ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞ് ആ അച്ഛൻ്റെ ഒരു വേദന നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഒന്നും തെറ്റ് ചെയ്യാത്തൊരു കുഞ്ഞ് മരിച്ചു. അതിൽ തെറ്റ് ചെയ്യാത്തൊരു ആളാണ് ഈ ഹസ്ബൻഡ്. ബിക്കോസ് ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് നിനക്ക് അവളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നീ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൾ അല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് ഇവളെല്ലാം പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുകയാണ്. ഈ ഹസ്ബൻഡിൻ്റെ അടുത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവൾക്ക് പറയാമായിരുന്നു, വീട്ടുകാരോട് ആരോടെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഇവൾ ആരോടും പറഞ്ഞില്ല. അവസാനം അതിന് ബലിയായത് ആ കുഞ്ഞാണ്. ഈ അച്ഛനും അമ്മയും നേർച്ചയിട്ടുണ്ടായ ഒരു കുഞ്ഞാണെന്നാ കേട്ടത്. 1,00,000 രൂപ ഏതോ ഒരു ദൈവത്തിന് നേർച്ചയിടാം എന്ന് പറഞ്ഞ് ആദ്യത്തെ 2 പെൺകുട്ടികളായതുകൊണ്ട് മൂന്നാമതൊരു ആൺകുട്ടി കിട്ടണമെന്ന് നേർച്ചയിട്ടുണ്ടായ കുഞ്ഞാണ്. എങ്ങനെ അവൾക്ക് മനസ്സ് വന്നു ഒരു അമ്മയായിട്ട്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു എന്താ പറയുക, എനിക്കത് പറയുമ്പോൾ കൂടി അത്രയ്ക്ക് പെയിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾക്കങ്ങനെ ഒരു മനസ്സ് വന്നു. മറ്റേ ഓപ്പോസിറ്റുള്ളവൾ അതിൽ ഹാപ്പിയാണ്. ദാറ്റ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊന്നു എന്ന് പറയുമ്പോൾ എത്ര ഈസി ആയി പോയി. എത്രയോ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ നമുക്ക് ചുറ്റും ആൾക്കാർ നേർച്ചയിടുന്നു. മറ്റേ IVF ട്രീറ്റ്മെൻറ്റ്, ആ ട്രീറ്റ്മെൻറ്റ്, ഈ ട്രീറ്റ്മെൻറ്റ്, ലക്ഷക്കണക്കിന് പൈസയും ടൈമും ഇൻവെസ്റ്റ് ചെയ്ത് കണ്ട അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ കിട്ടിയ ഒരു 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 ഗിഫ്റ്റിനെ ഒരു കിട്ടിയ ഒരു എന്താ പറയുക, അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ അവർ ഇല്ലാതാക്കി ഗൈസ്. എന്താ പറയുക? ഇതൊക്കെ വെച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് കഴിഞ്ഞല്ലോ. ഈ സീസൺ കഴിഞ്ഞപ്പം ഐ വാസ് വെരി ഹാപ്പി. കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് കേട്ട് കഴിഞ്ഞപ്പം ദ എൻറ്റയർ സീസൺ ഐ വാച്ച്ഡ്. എല്ലാ എപ്പിസോഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ വന്ന ആദില, നൂറ, അവരെ കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടൊരു കപ്പിൾ പോലെ ഫീൽ ചെയ്തില്ല. ദേ ആർ ലൈക്ക് ഫ്രണ്ട്സ്. എനിക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് അവർ ക്യാരി ചെയ്യുന്നത്. ഐ തിങ്ക് ഇൻ റിയൽ ലൈഫിൽ ഓൾസോ
എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് അവരുടെ റിലേഷൻഷിപ്പിനെ എത്ര പ്രഷ്യസ് ആയിട്ടാ അവരത് കരുതിയിരിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു കാര്യത്തിനെ പ്രസന്റ് ചെയ്യുമ്പോഴും. കാരണം പെട്ടെന്ന് ലെസ്ബിയനാണ്, ഗേ ആണ്, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പൊതുവേ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പെട്ടെന്ന് സെക്ഷുവലി ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. പക്ഷെ അവൻ്റെ റിലേഷൻഷിപ്പിനെ അവർ ക്യാരി ചെയ്യുന്നത് സപ്പോർട്ടിങ് ഈച്ച് അതർ, അവർ ലവിങ് ഈച്ച് അതർ, കെയറിങ് ഈച്ച് അതർ, അതാണല്ലോ എല്ലാ റിലേഷൻഷിപ്പിനും ബേസ് എന്ന് പറയുന്നത്. ഈവൻ ഇഫ് നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും ഈ സെയിം സാധനം തന്നെയല്ലേ നമുക്ക് ആവശ്യം. കെയറിങ്ങും സപ്പോർട്ടിങ്ങും പിന്നെ അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ ബേസ് ഒരു റിലേഷൻഷിപ്പിൻ്റെ. അത് എനിക്ക് ആദില നൂറിൻ്റെ അടുത്ത് എനിക്ക് ശരിക്കും ഫീലായ ഒരു കാര്യമാണ്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ വെറും എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ശരിക്കും മനസാക്ഷിയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് പ്രഷ്യസ് ആക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പച്ചക്കുട്ടിനെ ബലി കൊടുക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു. ഗൈസ്, എനിക്കിതെന്തോ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. പ്ലസ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കാണുകയാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഈ പറഞ്ഞ 2 പെണ്ണുങ്ങളെ മാത്രം നമുക്ക് ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് കുറ്റക്കാർ ഇവരുടെ ഫാമിലിയിലുള്ളവരും കുറ്റക്കാരാണ്. ഹസ്ബൻഡ് ചോദിച്ചിരുന്നു, ചോദിച്ചിരുന്നു, ഇവള് പറഞ്ഞില്ല. ഓക്കെ, പക്ഷേ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഇവളുടെ വീട്ടിൽ വന്ന് നിന്നതിന് ശേഷം വീണ്ടും പൊക്കി ആട്ടി വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നീ പോയിട്ട് ആളുടെ കൂടെ ജീവിക്കുന്ന ആട്ടി വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മേ ബി എവിടേക്കോ അവൾക്കൊരു സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ മേ ബി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നിരിക്കാം. അതിനൊരു കോവറായിട്ടുള്ള കാര്യം നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉള്ള ആൾക്കാരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാനും പഠിച്ചിരുന്ന സമയത്ത് എനിക്കും ഇതുപോലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കോളേജിൽ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഡിഫറൻ്റ് ആയിട്ടൊന്നും അവരെ ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് എനി അതർ ഹ്യൂമൻസ് അവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ എന്താ പറയുക, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. എന്തിനാണ് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, കളർ ഡിസ്ക്രിമിനേഷൻ പാടില്ല, പിന്നെ എന്താ പറയാ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, കളറില്, ജാതിയില്, പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ലാംഗ്വേജ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഡിഫറൻസിയേഷൻ കാണിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിക്ക് അവനെ വിവേചനം കാണിക്കരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതിപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ വിവേചനം വെക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് വിവേചനം കാണിക്കേണ്ട കാര്യമില്ല. ഈ ലോകം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാനോ ചൊറിയാനോ ഈ ലോകത്ത് വേറെ ആർക്കും നമ്മുടെ സമൂഹത്ത് റൈറ്റ്സ് ഇല്ല. അവരവരുടെ ജീവിതം അവരവർ ജീവിക്കട്ടെ. നമ്മൾ എന്തിനാ പോയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈയിട്ട് അളക്കാൻ നിൽക്കുന്നത്? സോ ആ പെൺകുട്ടികളാണെങ്കിലും ശരി, അവിടെ ചെയ്തത് വൻ മിസ്റ്റേക്കാണ്. അതിനൊരിക്കലും അവർക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം അവർ അർഹിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുണ്ട് ഗൈസ് ഈ കാര്യം ഷെയർ ചെയ്യാൻ. നിങ്ങൾക്കിത് സോഷ്യലി റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഗൈസ്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചെറിയ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. താങ്ക് യു, ബൈ.